നമ്മുടെ അക്വാപോണിക്സിൽ നമ്മൾ ഇത്തവണ നല്ല നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായ രീതിയിൽ നല്ല പുതിനയാണ് നമ്മളിന്ന് പ്രാവശ്യം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ട് തഴച്ചു വളരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ചെറിയ 1-2 തണ്ട് മാത്രമാണ് വെച്ച് കൊടുത്തത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളെ മീനും പച്ചക്കറി മീൻ ഇതിലുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയി അങ്ങനെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയി ഇനി എല്ലാത്തിലും വ്യാപിച്ചിട്ട് വളർന്നോളും. അപ്പോൾ ഇതിൽ നല്ല വളക്കൂറുണ്ട്. വെച്ചാൽ കല്ലിലാണല്ലോ നമ്മൾ വളർത്തുന്നത്. മീനിൻ്റെ സ്ലറി നമ്മളിതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് അത് നമ്മളിതിലേക്ക് പൈപ്പ് വെച്ച് അടിച്ചിട്ടാണ് നമ്മളിതിന് വളം കണ്ടെത്തുന്നത്. ഇതിൻ്റെ അമോണിയം കണ്ടൻറ്റ് ഇത് നമ്മളെ ചെടികൾ വലിച്ചെടുക്കുകയും ശേഷം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം വീണ്ടും മീനുകൾക്ക് അതിലേക്ക് തന്നെ നമ്മുടെ സൈഫൺ വഴി, ഇതാണ് നമ്മുടെ സൈഫൺ സിസ്റ്റം. ഈ സൈഫൺ വഴി തിരിച്ച് അതിലേക്ക് തന്നെ പോകും. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. കേട്ടോ, ചെറിയ ഒരു തക്കാളി തൈ, നമ്മളെ മുളക് തൈയിൽ പൂവിട്ടു. മുളക് ഇത്ര വലുപ്പമായിട്ടുള്ള പൂവിട്ടു. അപ്പോൾ നല്ല വളർച്ചയാണ് നമുക്ക് ഈ ഒരു അക്വാപോണിക്സ് സിസ്റ്റത്തിൽ. ശുദ്ധമായിട്ടുള്ള മീനും അതോടൊപ്പം പച്ചക്കറിയും. ഒരു IBC ടാങ്ക് വാങ്ങി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഡ്രമ്മും വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു മിനി അക്വാപോണിക്സ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഒക്കെ ഉണ്ടായിരുന്നു. ആ സബ്സിഡി ഉപയോഗിച്ച് നമ്മൾ 15,000 റുപ്യാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പദ്ധതി നടപ്പിലാക്കാൻ 15,000 റുപ്യാണ്. അതിൻ്റെ ഒരു വിഹിതം നമുക്ക് സബ്സിഡി ആയിട്ടും തന്നിട്ടുണ്ടായിരുന്നു. ഏത് പച്ചക്കറി വേണമെങ്കിലും, അതിൽ പയറോ അതല്ലെങ്കിൽ വെണ്ട, വഴുതനങ്ങ, തക്കാളിയാണ് നന്നായിട്ട് വളരുക. നന്നായിട്ട് തക്കാളി കായൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു മിനി അക്വാപോണിക്സ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുക. നമ്മളിതിൽ വളർത്തിയെടുക്കുന്നത് റെഡ് തിലാപ്പിയാണ്. റെഡ് തിലാപ്പിയ നന്നായിട്ട് വളരുന്ന മീനാണ്. ഏകദേശം ഒരു മീന് ഒരു 300-400 ഗ്രാം വരെയൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ മിനി അക്വാപോണിക്സ് ഈ സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു മാനസിക ഉല്ലാസവും അതോടൊപ്പം നല്ല പച്ചക്കറിയും മീനും നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി.